ഹോട്ട് എയർ ബലൂണിൽ ഒരു യാത്രയ്ക്ക് ശേഷം മെക്സിക്കോയിലെ വൊളാരെ കമ്പനി ഒരുക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അവരുടെ ഉദ്യാനത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ. മനോഹരമായി ഒരുക്കിയ ഉദ്യാനം. പുൽത്തകിടിയിൽ മേശകസേരകൾ നിരത്തിയിരിക്കുന്നു. ബുഫേ രീതിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബലൂൺ സഫാരിയുടെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണത്. അതിനാൽ ബലൂണിൽ പറന്നവരെല്ലാം തിരികെ ഇവിടെ എത്തി പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. വൊളാരെ മെക്സിക്കോയിലെ വലിയൊരു കമ്പനിയാണ്. ഒരു ഭാഗത്ത് ഭക്ഷണ കൗണ്ടറുണ്ട്. ഇവിടെ നിന്ന് വിഭവങ്ങൾ എടുക്കാം. വൊളാരെ കമ്പനിക്ക് 40ഓളം ബലൂണുകളുണ്ട്. അവ ഓരോന്നിന്റെയും സവാരി പൂർത്തിയാവുന്ന മുറയ്ക്ക് ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു. പാൻ കേക്ക്, വെജിറ്റബിൾസ്, പയറുകൊണ്ടുള്ള കറി, മുട്ട തുടങ്ങിയവയാണ് വിഭവങ്ങൾ. യഥേഷ്ടം അതെല്ലാം എടുക്കാം. ജ്യൂസ് തുടങ്ങിയ പാനീയങ്ങളുണ്ട്. ബിയർ വേണ്ടവർക്ക് അത് വാങ്ങാം. എല്ലാവരും വെയിൽ കാഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. മെക്സിക്കോ സിറ്റിയിൽ നിന്നും ഞാൻ ഇവിടേക്ക് വന്ന വാഹനത്തിലുണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ സംഘമാണിത്. അമേരിക്കയിൽ സ്ഥിരവാസമാക്കിയവരാണെന്ന് തോന്നുന്നു. ബലൂൺ പൈലറ്റുമാർ ഒരിടത്തുണ്ട്. വൊളാരെയുടെ മറ്റു ജീവനക്കാരുമുണ്ടിവിടെ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ടെന്റിനകത്തുകൂടി തന്നെ വേണം പുറത്തേക്ക് നടക്കാൻ. കൂടാരം കിടന്ന് വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നടന്നു. ഇനി ഇവിടെ നിന്നും തിയോത്തിഹുവാക്കാൻ ആർക്കിയോളജിക്കൽ സൈറ്റ് കാണാൻ പോകണം. ബലൂൺ യാത്ര നടത്തിയവരിൽ താൽപ്പര്യപ്പെടുന്നവർക്ക് ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് പോകാം. തിയോത്തിഹുവാക്കാൻ കാണാൻ പോകുന്നവരുടെ സംഘത്തിൽ ഞാനും കയറി. അവിടേക്ക് പോകുന്നതിന് പ്രത്യേക ഫീസ് നൽകണം. ഗൈഡിന്റെ സേവനം ആവശ്യമെങ്കിൽ അതിന് വേറെ തുകയും നൽകണം. അങ്ങനെ ചെലവുകൾ പലതുണ്ട്. തിയോത്തിഹുവാക്കാൻ സൈറ്റിൽ കൊണ്ടുപോയി വിടുകയും അവിടം കണ്ടിറങ്ങിയാൽ തിരികെ മെക്സിക്കോ സിറ്റിയിൽ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യും വൊളാരെ കമ്പനി. ബലൂൺ യാത്ര കഴിഞ്ഞ് ഒരു കൂട്ടർ മടങ്ങുന്നു. വാഹനം പ്രധാന റോഡിലേക്ക് ചെന്നു കയറി. ബലൂൺ റൈഡിനു ശേഷം തിയോത്തിഹുവാക്കാൻ കാണാൻ പോകുന്നവരും പോകാത്തവരുമുണ്ട്. ചിലരൊക്കെ ബലൂണിലിരുന്ന് ആ ആർക്കിയോളജിക്കൽ സൈറ്റ് കണ്ട ശേഷം മടങ്ങും. എങ്കിലും വരുന്നവരിൽ ഭൂരിപക്ഷവും ആ ചരിത്രസ്ഥലം നേരിട്ട് കൂടി സന്ദർശിക്കുന്നവരാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനമാണ് തിയോത്തിഹുവാക്കാൻ. 2500ഓളം വർഷത്തിന്റെ ചരിത്രമുള്ള സ്ഥലമാണത്. വിവിധ സംസ്കാരങ്ങളുടെ ശേഷിപ്പുകളുള്ള ഇടം. കുറെ കൽക്കെട്ടിടങ്ങളും പിരമിഡുകളുമാണ് അവിടെ പ്രധാനമായും കാണാനുള്ളത്. മെക്സിക്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റും അതുതന്നെയാണ്. തിയോത്തിഹുവാക്കാന്റെ പരിസരത്ത് കുറെ പട്ടണങ്ങളുണ്ട്. സാൻ മാർട്ടിൻ, സാൻ സെബാസ്റ്റ്യൻ എന്നെല്ലാം പേരുകളുള്ള പട്ടണങ്ങൾ. അവയെ കൂട്ടിയിണക്കുന്ന പ്രധാന പാതയാണിത്. വാഹനം സാൻ സെബാസ്റ്റ്യൻ സൊളാൽപ എന്നൊരു പ്രദേശത്തേക്കെത്തി. തിയോത്തിഹുവാക്കാൻ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെട്ട ഒരു ടൗണാണിത്. 2000 വർഷം മുൻപ് തന്നെ ഇവിടെയും ജനവാസമുണ്ടായിരുന്നു. മെക്സിക്കൻ ഗൾഫിൽ നിന്നും എത്തിയ ഒരു ജനസമൂഹം ഈ പ്രദേശത്ത് സ്ഥിരവാസമാക്കിയെന്നും അന്നത്തെ പ്രൗഢനഗരമായിരുന്ന തിയോത്തിഹുവാക്കാനുമായി സൗഹൃദം പുലർത്തി അവർ ജീവിച്ചു പോന്നുവെന്നുമാണ് ചരിത്രരേഖകൾ. ഇതിലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മെക്സിക്കോയുടെ ഉൾനാട്ടിലെ ജീവിതം കാണാം. അവിടെ ഗ്രാമങ്ങൾ രൂപപ്പെട്ടിരിക്കുന്ന രീതി, കെട്ടിട നിർമ്മാണ ശൈലി എന്നിവയെല്ലാം സ്പാനിഷ് കൊളോണിയൽ കാലഘട്ടത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോ മസാപ്പ എന്നൊരു പ്രദേശത്തേക്കെത്തുന്നു. നേരത്തെ ബലൂണിലിരുന്ന് ഈ പ്രദേശമൊക്കെ ഞാൻ കണ്ടതാണ്. നമ്മുടെ നാട്ടിലെ ചെറിയ ടൗണിന്റെ രൂപഭാവങ്ങളെല്ലാമുള്ള ഒരിടം. റോഡിനു കുറുകെ തോരണങ്ങൾ വലിച്ചു കെട്ടിയിരിക്കുന്നു. തലങ്ങും വിലങ്ങും നീളുന്ന ഇലക്ട്രിക് കമ്പികൾ. ഒരു ഉത്തരേന്ത്യൻ ടൗണിന്റെ നിലവാരം തന്നെയുള്ളൂ. ചുമരെഴുത്തുകൾ. പൂർണ്ണമായും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കെട്ടിടങ്ങൾ. ഇതൊക്കെ തന്നെയാണ് മെക്സിക്കോയുടെ ഉൾനാടുകളിലെ ജീവിത കാഴ്ചകൾ.
തിയോത്തി ഹുവാക്കാനുമായി അടുത്തുകിടക്കുന്നതിനാൽ ഇവിടമെല്ലാം ചരിത്ര പ്രദേശങ്ങൾ തന്നെയാണെന്നതാണ് പ്രത്യേകത. ചെറുതും വലുതുമായ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ ഇത്തരം സ്ഥലങ്ങളിലെല്ലാമുണ്ട്. ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന പ്രദേശങ്ങളാണ്. അതിനാൽ ചെറിയ ഹോം സ്റ്റേകൾ ഒട്ടേറെയുണ്ട്, ചില റിസോർട്ടുകളും. ആർക്കിയോളജിയിൽ വലിയ താല്പര്യമുള്ളവരാണ് പാശ്ചാത്യർ. അതിനാൽ അവർ വന്ന് ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നത് പതിവാണ്. ഹോട്ടലുകൾ, ക്ലബ്ബുകൾ, ബാറുകൾ എന്നിവയെല്ലാമുണ്ട്. മെക്സിക്കൻ കൗബോയ് സ്വഭാവമുള്ള ചില ക്യാമ്പ് സൈറ്റുകളുമുണ്ട് ഈ പ്രദേശങ്ങളിൽ. വലിയ പകിട്ടൊന്നുമില്ലാത്ത പാതകളിലൂടെയാണ് വാഹനം പോകുന്നത്. ഇന്നത്തെ മാരത്തോണിനു വേണ്ടി വന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക റെസ്റ്റോറന്റുകൾ വഴിയരികിൽ പലയിടത്തും കാണാം. അതൊക്കെ പിന്നിട്ട് ഒരു പാർക്കിംഗ് ഏരിയയിലേക്കെത്തി. ഇവിടെ ഒരാൾ ഞങ്ങളെ കാത്തുനിൽപ്പുണ്ട്. തദ്ദേശീയ ഗോത്രവിഭാഗക്കാരനാണെന്ന് തോന്നുന്ന ഉയരം കുറഞ്ഞ ഒരാൾ. ഒരു ഗൈഡാണ് ആൾ. ഇദ്ദേഹത്തിന്റെ പേര് മാർട്ടിൻ എന്നാണ്. താൻ നൽകുന്ന സേവനങ്ങളെക്കുറിച്ചാണ് ഈ പ്രസംഗം. $20 നൽകിയാൽ ഇദ്ദേഹം തന്നെ എൻട്രൻസ് ടിക്കറ്റ് എടുത്തുതരും. കൂടാതെ ഓരോ കാഴ്ചയിലേക്കും കൊണ്ടുപോകും. താല്പര്യമുള്ളവർക്ക് കൂടെ ചേരാം, അല്ലാത്തവർക്ക് തനിയെ പോകാം. ഞങ്ങളെല്ലാവരും മാർട്ടിന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. മാർട്ടിന്റെ സഹായിയും അയാളും വാഹനത്തിലെ മുൻ സീറ്റുകളിൽ കയറി. സഹായിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. കാണാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ മാർട്ടിൻ പറഞ്ഞുകൊണ്ടിരുന്നു. ആർക്കിയോളജിക്കൽ സൈറ്റ് കൂടാതെ വേറെ ചില ചരിത്ര സ്ഥലങ്ങൾ കൂടി കാണിക്കാമെന്നാണ് അയാളുടെ വാഗ്ദാനം. ആദ്യത്തെ കാഴ്ചയിലേക്കെത്താൻ ഞങ്ങൾ വന്ന വഴിയിലൂടെ തന്നെ കുറച്ചു ദൂരം തിരിച്ചു പോകണം. സൈറ്റിലേക്ക് വാഹനങ്ങളുടെ പ്രവാഹമാണ്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ടു കൂടിയാവാം വലിയ തോതിൽ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പാർക്ക് ചെയ്യാവുന്ന ഒരിടത്ത് വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. ഇത് പ്രധാന ആർക്കിയോളജിക്കൽ സൈറ്റ് അല്ല, എന്നാൽ അതിനോടനുബന്ധിച്ചുള്ള ഒരിടമാണ്. ഞങ്ങൾ അവിടെ ഇറങ്ങി. നാട്ടുകാർ സൈക്കിളിൽ കടന്നു പോകുന്നു. മാർട്ടിൻ ഞങ്ങളെ ടെപ്പാൻ ടിറ്റ്ല എന്നൊരു പ്രദേശത്തേക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത്. 1500 വർഷം മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന കൊട്ടാരമാണ് ടെപ്പാൻ ടിറ്റ്ല. അതിനു സമീപം കാക്ടസ് ചെടികൾ നല്ല ഉയരത്തിൽ വളർന്നു നിൽക്കുന്നു. മാർട്ടിന്റെ പിന്നാലെ ഞങ്ങൾ ആ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് നടന്നു. പഴയ കൊട്ടാരത്തിന്റെ ശേഷിപ്പുകൾ ഉത്ഖനനത്തിലൂടെ വീണ്ടെടുത്ത് സംരക്ഷിച്ചിരിക്കുന്നു. അതിവിപുലമായൊരു കൊട്ടാരമായിരുന്നു ടെപ്പാൻ ടിറ്റ്ല. ഒരു ഭരണാധികാരിയുടെയോ പുരോഹിതന്റെയോ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുണ്ടായിരുന്ന ഒരു പ്രഭുവിന്റെയോ വാസസ്ഥാനമായിരുന്നിരിക്കാം ഇതെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. ലാവാക്കല്ലിൽ നിർമ്മിച്ച കൊട്ടാരം. ഒന്നിൽ കൂടുതൽ കുടുംബങ്ങളോ ചെറിയൊരു ജനസമൂഹം തന്നെയോ ഇവിടെ വസിച്ചിരുന്നു. AD 400-നും 500-നും ഇടയിലായിരുന്നു ടെപ്പാൻ ടിറ്റ്ലയുടെ നിർമ്മാണം. പല കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ് ആയിരുന്നു ഇത്. അതിൽ നിരവധി മുറികളും ഹാളുകളും ഉണ്ടായിരുന്നു. പല ലെവലുകളിലായാണ് ഇവിടെ നിർമ്മിതികൾ ഉണ്ടായിരുന്നത്. ടൂറിസ്റ്റുകളുടെ വേറെയും സംഘങ്ങൾ ഗൈഡുമാർക്കൊപ്പം നീങ്ങുന്നു. അമൂല്യമായ മ്യൂറലുകൾ ഇപ്പോൾ സംരക്ഷിച്ചിരിക്കുന്ന ഇടമാണ് ടെപ്പാൻ ടിറ്റ്ല. പ്രീ കൊളംബിയൻ കാലഘട്ടത്തിൽ മെക്സിക്കൻ ഗോത്രങ്ങൾ ആരാധിച്ചിരുന്ന ദേവതമാരുടെ ചിത്രങ്ങളാണ് അതിൽ പ്രധാനം. പല പല കാഴ്ചകളിലേക്ക് മാർട്ടിൻ ഞങ്ങളെ നയിച്ചു. AD 100-നും 700-നും ഇടയിൽ ഇവിടെ നിലനിന്ന സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി മ്യൂറലുകളാണ് ഈ കൊട്ടാരത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. എല്ലാം ഭാഗികമായി നശിച്ചു പോയിരുന്നു. ഗ്രേറ്റ് ഗോഡസ് ഓഫ് തിയോത്തി ഹുവാക്കാൻ എന്ന ചിത്രമാണ് ഇവിടെ നിന്നും കണ്ടെത്തിയതിൽ ഏറ്റവും പ്രമുഖം. തിയോത്തി ഹുവാക്കാനിലെ ജനങ്ങളുടെ ഏറ്റവും പ്രമുഖമായ ആരാധനാമൂർത്തിയുടെ ചിത്രം.
മെക്സിക്കൻ പുരാവസ്തു ഗവേഷകനായ അൽഫോൺസോ കാസോയാണ് ഇവിടുത്തെ മ്യൂറലുകളിലെ പ്രതിപാദ്യമെന്തെന്ന് തിരിച്ചറിഞ്ഞത്. അതാകട്ടെ 2000 വർഷം മുൻപ് ഇവിടെ നിലനിന്ന നാഗരികതയെക്കുറിച്ച് വിലപ്പെട്ട അറിവുകളാണ് നൽകിയത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അവിടെ നിന്നിറങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ എത്തിയത് ഒരു കെട്ടിട കോംപ്ലക്സിലേക്കാണ്. കൗബോയ് സിനിമയുടെ സെറ്റ് പോലെ തോന്നുന്ന ഒരു പ്രദേശം. സുവനീർ വിൽപ്പന കേന്ദ്രങ്ങളാണിത്. അവിടെ പല പല സംഘങ്ങളായി ടൂറിസ്റ്റുകൾ കൂടി നിൽക്കുന്നു. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുണ്ട് വിൽപ്പനയ്ക്ക്. പ്രഷ്യസ് സ്റ്റോണുകളാണ് ഇവിടെ. ഒബ്സിഡിയൻ എന്ന വിഭാഗം കല്ലാണിത്. അഗ്നിപർവ്വത ശിലാഗണത്തിലുള്ള വിശിഷ്ടമായ കല്ല്. ഇടയ്ക്ക് മെക്സിക്കോയുടെ മറ്റൊരു തനതുൽപ്പന്നം പരിചയപ്പെടുത്തി, ടെക്കീല എന്ന മദ്യം. ചെല്ലുന്നവർക്കെല്ലാം ഇങ്ങനെ സാമ്പിൾ രുചിച്ചു നോക്കാം. ലോകപ്രശസ്തമായ മെക്സിക്കൻ മദ്യമാണ് ടെക്കീല. കൈത ഇനത്തിൽപ്പെട്ട അഗാവെ എന്ന ചെടിയിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. ടെക്കീല കുടിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. ഈ നാരങ്ങ അതിന്റെ ഒരു അനുസാരിയാവുന്നു. ചെറു കഷ്ണങ്ങളായി മുറിച്ച നാരങ്ങ. ഇടതു കൈയിൽ നാരങ്ങാ കഷ്ണം പിടിച്ചിരിക്കും. അതേ കൈയുടെ പെരുവിരലിനു മീതെ അല്പം ഉപ്പും വെച്ചിരിക്കും. ആ ഉപ്പ് നക്കി നാരങ്ങ കടിച്ചീമ്പി പിറകെ ടെക്കീല ഒറ്റ വലിക്കകത്താക്കണം. ഒരു ഷോട്ട് എന്നാണ് ഇതിനു പറയുക. വെള്ളം ചേർക്കാതെയാണ് ടെക്കീല കുടിക്കുന്നത്. എല്ലാവരും 1-2 ഷോട്ടടിച്ച ശേഷം സുവനീർ കടയുടെ അകത്തേക്കു കയറി. പലതരം പ്രഷ്യസ് സ്റ്റോണുകൾ കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളാണ് ഇവിടെ നിരത്തിവെച്ചിരിക്കുന്നത്. അസ്റ്റക്കുകളെ പോലുള്ള ഗോത്രവിഭാഗക്കാരുടെ ശില്പവിദ്യയുടെ പിന്തുടർച്ചയാണിത്. കിരീടങ്ങളും മാസ്കുകളുമെല്ലാം ഇവിടെ സുവനീറുകളായുണ്ട്. ട്രഡീഷണൽ ശില്പനിർമ്മാണ ശൈലിയിൽ തന്നെയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അഗ്നിപർവ്വത ശിലയുടെ വർണ്ണവൈവിധ്യം ഇതിലുണ്ട്. ചിലതൊക്കെ ഗോത്രരീതിയിൽ ചായം പൂശിയതുമാണ്. ഓൾമക്, ടോൾട്ടക്, അസ്റ്റക് എന്നിങ്ങനെ വിവിധ സംസ്കാരങ്ങൾ നിലനിന്നിരുന്ന നാടാണ് മെക്സിക്കോ. അവരുടെയെല്ലാം പാരമ്പര്യത്തനിമ ഈ ഓരോ ശില്പങ്ങളിലുമുണ്ട്. ടൂറിസ്റ്റുകൾ മെക്സിക്കോ സന്ദർശനത്തിന്റെ സുവനീറായി ഇത് വാങ്ങിക്കൊണ്ടുപോവുക പതിവാണ്. പക്ഷേ എന്റെ കൂടെ വന്നവരൊന്നും ഇവിടെ നിന്ന് ഒന്നും വാങ്ങുന്നത് കണ്ടില്ല. എനിക്കാകട്ടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ളതൊന്നും വാങ്ങുന്ന പതിവുമില്ല. ഇവിടെ എന്താണ് വിൽക്കുന്നതെന്ന സൂചന പ്രേക്ഷകർക്ക് നൽകാനായിട്ടാണ് ഞാനിതെല്ലാം ക്യാമറയിൽ പകർത്തുന്നത്. പുറത്ത് വാഹനം കാത്തുകിടപ്പുണ്ട്. ഇനിയാണ് പ്രധാന സ്ഥലത്തേക്കുള്ള യാത്ര. എല്ലാവരും ചെന്ന് വാഹനത്തിൽ കയറി. മുൻ സീറ്റിൽ മാർട്ടിൻ സ്ഥാനം പിടിച്ചതുകൊണ്ട് എനിക്കവിടെ കയറാനായില്ല. ഏതൊക്കെയോ ഊടുവഴികളിലൂടെ വാഹനമോടി. വരണ്ടതും അർദ്ധമരുഭൂ സമാനമായതുമായ ഭൂപ്രദേശം. കുറെ ചെല്ലുമ്പോൾ ഇതാണ് കാഴ്ച. കാറുകളുടെ നീണ്ട നിര. അതിനൊപ്പം ആളുകളുടെ ക്യൂവുമുണ്ട്. അവർ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണെന്നാണ് മാർട്ടിൻ പറഞ്ഞത്. 1 കിലോമീറ്ററെങ്കിലും നീളുന്ന ക്യൂ. മാർട്ടിൻ ഇവിടുത്തെ സ്ഥിരം ഗൈഡായതുകൊണ്ട് അയാൾ കൂടെയുള്ള ആളുകളുടെ എണ്ണം മാത്രമേ സെക്യൂരിറ്റിയോട് പറയുന്നുള്ളൂ. പിന്നീട് എപ്പോഴോ ആണ് പണം നൽകുക. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അകത്തു കയറാനായി. ഇനി ഒരു പരിശോധനാ കേന്ദ്രം കൂടിയുണ്ട്. മാർട്ടിന്റെ കൂടെയായതിനാൽ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. തിയോത്തി ഹുവാക്കാനിലെ ആർക്കിയോളജിക്കൽ സൈറ്റ് ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. വലിയ പിരമിഡുകളുള്ള സൈറ്റിലേക്ക്. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായിരുന്നു തിയോത്തി ഹുവാക്കാൻ. 1.5 ലക്ഷം ആളുകൾ അവിടെ വസിച്ചിരുന്നു. തിയോകൾ എന്നാണ് ആ മനുഷ്യർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്.
ഏറ്റവും പ്രാചീനമായ മെക്സിക്കൻ സംസ്കാരമായ ഓൾമക് നാഗരികതയുടെ തുടർച്ചയായി ഈ പ്രദേശത്ത് വളർന്ന നഗരമായിരുന്നു തിയോത്തിഹുവാക്കാൻ. ആ കാണുന്നതാണ് തിയോത്തിഹുവാക്കാനിലെ ഏറ്റവും വലിയ പിരമിഡ്, സൺ പിരമിഡ്. അതിന്റെ അടിഭാഗത്ത് ഒരു വശത്തെ മാത്രം നീളം 200 മീറ്ററിലേറെയാണ്. അത്തരത്തിലുള്ള ഒരു കൂറ്റൻ പിരമിഡാണത്. പിരമിഡിന് മുകളിൽ ധാരാളം ആളുകൾ കയറി നിൽക്കുന്നത് കാണാം. സൺ പിരമിഡിന്റെ മുകൾ ഭാഗം പൂർണ്ണമായി അവശേഷിക്കുന്നില്ല. വലിപ്പത്തിൽ ലോകത്ത് 3-ാം സ്ഥാനമുള്ള പിരമിഡാണിത്. സൺ പിരമിഡിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണെന്ന് ഇന്നും ഗവേഷകർക്ക് കണ്ടെത്താനായിട്ടില്ല. ആർക്കിയോളജി സൈറ്റിലേക്ക് കടക്കുന്നതിനു മുൻപുള്ള ടിക്കറ്റ് പരിശോധനാ സ്ഥലമാണ് ഇവിടെ. മാർട്ടിൻ കൗണ്ടറിൽ ചെന്ന് എന്തോ പറഞ്ഞു. അതോടെ ഞങ്ങളെ അകത്തേക്ക് കയറ്റിവിടുകയും ചെയ്തു. ആദ്യം മാർട്ടിന്റെ ഒരു ആമുഖ വിവരണമാണ്. സൺ പിരമിഡിന്റെ ഏറ്റവും മുകളിൽ വരെ ആളുകളെ കാണാം. അവരുടെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തിയാൽ സൺ പിരമിഡിന്റെ ഭീമാകാരത്വം ഊഹിക്കാനാവും. ഈജിപ്തിലെ ഗിസയിലുള്ള ഗ്രേറ്റ് പിരമിഡിന്റെ പകുതിയോളം മാത്രമേ ഉയരമുള്ളൂവെങ്കിലും രണ്ടിന്റെയും അടിഭാഗത്തെ വലിപ്പം ഏതാണ്ട് സമാനമാണ്. 25 ലക്ഷം ടൺ കല്ലുപയോഗിച്ചാണ് ഈ പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത്. കൃത്യമായി 233.5 അടിയാണ് പിരമിഡിന്റെ ഉയരം. AD 100-നും 200-നും ഇടയിലാണ് സൺ പിരമിഡിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഏറ്റവും മുകളിലായി ഒരു ക്ഷേത്രമുണ്ടായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. ഈ പ്രദേശത്തു നിലനിന്ന ടോൾടെക് സംസ്കാരത്തിലും അസ്റ്റക് സംസ്കാരത്തിലും ബഹുദൈവ വിശ്വാസം പതിവായിരുന്നു. മറ്റൊരു ഭാഗത്ത് അങ്ങേയറ്റത്തായി വേറൊരു പിരമിഡ് കാണാം. അതാണ് മൂൺ പിരമിഡ്. ഞങ്ങൾ ആദ്യം മൂൺ പിരമിഡിനടുത്തേക്കാണ് പോകുന്നത്. കുടയും ഉയർത്തിപ്പിടിച്ച് മാർട്ടിൻ മുൻപേ നടക്കുന്നു. മൂൺ പിരമിഡിനെയും സൺ പിരമിഡിനെയും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് വലിയൊരു ഇടനാഴിയുണ്ട്. അവന്യൂ ഓഫ് ദി ഡെഡ് എന്നാണ് അതറിയപ്പെടുന്നത്. സജീവമായ നഗരസംസ്കാരം നിലനിന്ന കാലത്തെ തിയോത്തിഹുവാക്കാനെ കുറിച്ചാണ് മാർട്ടിൻ പറയുന്നത്. അക്കാലത്ത് പിരമിഡുകളുള്ള ഭാഗം ക്ഷേത്ര കോംപ്ലക്സ് ആയിരുന്നു. അവിടെ ദേവപ്രീതിക്കായി മൃഗബലിയും നരബലിയുമെല്ലാം നടന്നിരുന്നു. ക്ഷേത്ര കോംപ്ലക്സിന് പുറത്ത് ഞങ്ങൾ ഈ നടക്കുന്ന ഭാഗത്തൊക്കെ അന്ന് വലിയ പട്ടണമായിരുന്നു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്ന്. 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ആളുകൾ അന്ന് തിയോത്തിഹുവാക്കാനിലുണ്ടായിരുന്നു. മെക്സിക്കോയിൽ ആദ്യമായി ശക്തമായ രാഷ്ട്രീയ ഭരണ സംവിധാനം സൃഷ്ടിച്ചത് തിയോത്തിഹുവാക്കാനിലുണ്ടായിരുന്ന ജനതയാണ്. AD 180-ൽ ശക്തി പ്രാപിച്ച ആ സംസ്കാരം 6-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ നിലനിന്നു. പിന്നീടത് തകർന്നടിയുകയും ചെയ്തു. എങ്ങനെയാണ് അവരുടെ നാശം സംഭവിച്ചതെന്ന് ഗവേഷകർക്ക് കണ്ടെത്താനായിട്ടില്ല. അവർ സൃഷ്ടിച്ച അത്ഭുതങ്ങൾ കാണാൻ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. ഇങ്ങനെയൊരു ലോകാത്ഭുതം ഇവിടെയുണ്ടെന്ന് അധികം മലയാളികൾ കേട്ടിട്ടുണ്ടാവില്ല. തിയോത്തിഹുവാക്കാനിലെ ആദ്യ സംസ്കാരം തകർന്ന് കാലമേറെ ചെന്ന ശേഷം 13-ാം നൂറ്റാണ്ടിലാണ് അസ്റ്റക് ഗോത്രം ഇവിടെ എത്തുന്നത്. പിരമിഡുകളെ സൂര്യചന്ദ്രന്മാർക്കായി സമർപ്പിച്ചത് അവരാണ്. നടന്ന് ഞങ്ങൾ മൂൺ പിരമിഡിന് മുന്നിലെ പ്രധാന പ്ലാസയിലേക്കെത്തി. ഇക്കാണുന്നതൊക്കെ പഴയകാലത്തെ ക്ഷേത്രങ്ങളും മറ്റുമായിരുന്നു. ഇത്തരം കൽനിർമ്മിതികൾ എന്തിനു വേണ്ടിയുള്ളതായിരുന്നുവെന്ന് പൂർണ്ണമായും കണ്ടെത്താൻ ഗവേഷകർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരേ രൂപവും ഏതാണ്ട് ഒരേ വലിപ്പവുമുള്ള നിർമ്മിതികളാണ് എല്ലാം. ചെറിയ നിർമ്മിതികളൊന്നുമല്ല. ആളുകളുടെ വലിപ്പവുമായി താരതമ്യം ചെയ്താൽ അത് മനസ്സിലാവും. ഇത്തരം നിർമ്മിതികളുടെ പല മടങ്ങ് വലിപ്പമുള്ളതാണ് സൺ പിരമിഡും മൂൺ പിരമിഡും. അവന്യൂ ഓഫ് ദി ഡെഡ് എന്നാണ് പിരമിഡുകളെയും മറ്റു നിർമ്മിതികളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വീതിയേറിയ ഈ ഇടനാഴി അറിയപ്പെടുന്നത്. അതിന്റെ വടക്കേയറ്റത്താണ് മൂൺ പിരമിഡ്. മൂൺ പിരമിഡിന് മുന്നിലെ പ്ലാസയിലൂടെയാണ് ഞങ്ങളുടെ നടത്തം. വലിയൊരു ചത്വരമാണിത്. ഇവിടെ നിന്നുമാണ് അവന്യൂ ഓഫ് ദി ഡെഡ് ആരംഭിക്കുന്നത്.
40 മീറ്ററിലേറെ വീതിയും 5 കിലോമീറ്ററോളം നീളവുമുള്ള പാതയാണ് അവന്യൂ ഓഫ് ദി ഡെഡ്. പ്ലാസയുടെ ചുറ്റിലും അവന്യൂവിന്റെ ഇരുഭാഗത്തും ഇത്തരം നിരവധി നിർമ്മിതികളുണ്ട്. മൂൺ പിരമിഡിലെ പടവുകളിലൂടെ അതിന്റെ മധ്യഭാഗം വരെ കയറിപ്പോകാം. പിരമിഡിന്റെ മുകൾ തട്ടിലേക്ക് ഇപ്പോൾ ആളുകളെ വിടുന്നില്ല. അതിന്റെ മുകളിലുണ്ടായിരുന്ന നിർമ്മിതികൾ തകർന്നു പോയിരിക്കുന്നു. സൺ പിരമിഡിനോളം വലിപ്പമില്ല മൂൺ പിരമിഡിന്. 43 മീറ്ററാണ് അതിന്റെ ഉയരം. തിയോതിഹുവാക്കാനിലെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് മൂൺ പിരമിഡിന് മുന്നിലെ പ്ലാസയിൽ ഞാൻ നിന്നു.